ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പാലക്കാടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഒരു കുമ്പളങ്ങ മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പാലക്കാട് ഭാഗങ്ങളിൽ നമ്മൾ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത് കുമ്പളങ്ങ മിഠായി. അപ്പോൾ പാലക്കാട് കല്യാണങ്ങൾക്ക് പോയവർക്കൊക്കെ അറിയാൻ പറ്റും, അവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ, നല്ല സ്വീറ്റാണ്. ഇത് തയ്യാറാക്കാനും വളരെ സിമ്പിൾ തന്നെയാണ് കേട്ടോ, ഈസി ആയി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 10 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഏലക്കായൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കുമ്പളങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 1 കിലോ കുമ്പളങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്ത് വെള്ളം ഊറ്റി കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഡയറക്റ്റ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി അടച്ച് വെക്കണ്ട, നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഞാൻ മുമ്പ് തന്നെ ഏലക്കായൻ്റെ കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ടോട്ടലി ഞാൻ 4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇതൊന്ന് അത്യാവശ്യം നല്ല പോലെ വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു വെള്ളം കൂടി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാഞ്ഞിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം അവിടെ വെള്ളം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല കേട്ടോ. എന്താ നമ്മൾ കുമ്പളങ്ങ മിഠായിൽ ഈ ഒരു കളർ ആഡ് ചെയ്താലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കാഷ്യൂം കിസ്മിസൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് കോരി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ചെയ്ത് കൊടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് കാഷ്യൂം കിസ്മിസ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കുമ്പളങ്ങ മിഠായിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയുടെ മിഠായിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തത്. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് പഞ്ചസാരയും കുമ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ അതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.